Good afternoon. Good afternoon, ma'am. Okay, Good afternoon, ma'am. Okay. Good afternoon, ma'am. Okay, then say good afternoon. Okay, Daisy, good afternoon. എന്താണ് എല്ലാവരും ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണോ? ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ആണോ? അതൊന്നുമില്ല മാം, അത് അതിന്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഇതോടെ എന്താണ് UDF വേറെ വെച്ചു അല്ലേ? ഓക്കെ നന്ദിനി, ഗുഡ് ആഫ്റ്റർനൂൺ. മാം ഫുഡ് കഴിച്ചോ? കഴിച്ചു. കഴിച്ചിട്ട് കയറിയത്. നിങ്ങളെല്ലാരും കഴിച്ചോ? ഫുഡൊക്കെ കഴിഞ്ഞോ? ഓക്കെ. ഓക്കെ ഷമീർ, ഗുഡ് ആഫ്റ്റർനൂൺ. തുടങ്ങിയാല് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യട്ടെ? തുടങ്ങട്ടെ? എല്ലാരും ഓക്കെ ആണോ? കുറച്ച് പേര് കൂടെ വരാനുണ്ട് അല്ലേ? 16 പേര് ഉള്ളൂ നമ്മുടെ ക്ലാസ്സിൽ. ഓക്കെ, നമുക്ക് തുടങ്ങാം. മിക്കവാറും ഒരു 2 ക്ലാസ്സോട് കൂടിയിട്ട് എന്റെ ഈ ചാപ്റ്റർ തീരും കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു 2-2.5 പേജ് എടുക്കാം. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടെ കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെ പോർഷൻസ് തീരും കേട്ടോ. ഓക്കെ, പിന്നെ എനിക്ക് അശ്വതി മിസ്സിന് 2 അവർ കൊടുക്കാനുണ്ട്. മിസ് ലീവായിരുന്ന സമയത്തേ 2 അവറുകള് ഞാൻ എടുത്തിട്ടുണ്ട് മിസ്സിന്. അപ്പൊ അത് തിരിച്ചു കൊടുക്കാനുണ്ട്. മിസ്സിന്റെ പോർഷൻ എടുക്കാനുണ്ടല്ലോ. എന്റെ പോർഷൻസ് തീർന്ന് കഴിഞ്ഞിട്ട് മിസ്സിന് കൊടുക്കാന്ന് വിചാരിച്ചു. 2 അവർ കേട്ടോ. ഓക്കെ, ഇപ്പൊ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് ചാപ്റ്റർ ആണോ? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ലാസ്റ്റ് ചാപ്റ്റർ ആണോ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്നത്? ഏതൊക്കെ ചാപ്റ്ററുകളുണ്ട് പെൻഡിങ്ങില്? ഹൗസ് കീപ്പിംഗ് ചാപ്റ്റർ മൊഡ്യൂൾ 4-ലെ ചാപ്റ്റർ 3 എടുക്കാനുണ്ട് മാം, ഹൗസ് കീപ്പിംഗ്. പിന്നെ 9, 9ഉം 11ഉം എടുക്കണം. അത് 9 മില്ലു മാം എടുക്കാന്ന് പറഞ്ഞേ. 3 ഹൗസ് കീപ്പിംഗ് അശ്വതി മാം എടുക്കാന്ന് പറഞ്ഞേ. അശ്വതി KA ഇല്ലേ? 9 ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് മിസ്. 9 ഇപ്പൊ 9 മില്ലു മിസ് എടുത്തോണ്ടിരിക്കും. 11 മറ്റേ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. അതാരും സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പൊ എന്തായാലും നിങ്ങള് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഒന്ന് മിസ്സായിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മളോട് നോക്കുന്നുണ്ട്, എങ്കിലും ഒന്ന് ചോദിച്ചിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? ശരി, തുടങ്ങാം കേട്ടോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ചത് കമ്പോണൻസ് ആണ് കേട്ടോ. കമ്പോണൻസ് ഓഫ് എ സെൻട്രൽ. ഓക്കെ ശരണ്യ, ഗുഡ് ആഫ്റ്റർനൂൺ. കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം നമ്മൾ പിക്ചറൊക്കെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വായിച്ചു നോക്കിയോ? അത് വായിച്ചു നോക്കിയോ? മനസ്സിലായോ നിങ്ങൾക്ക്? 6 കമ്പോണന്റുകൾ നമ്മൾ പഠിച്ചത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, എല്ലാവരും വായിച്ചൊക്കെ നോക്കിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. 6 കമ്പോണന്റുകള്. ഓരോ കമ്പോണന്റുകളുടെയും പർപ്പസ് എന്താണ് അത് കൃത്യമായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ ഈ കമ്പോണന്റ് പഠിക്കുമ്പോൾ നിങ്ങൾ ഞാൻ ആ കാണിച്ചു തന്ന പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി കേട്ടോ. ഓക്കെ, ആ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ വായിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത്രയും കമ്പോണന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇനിയുള്ള ഭാഗങ്ങൾ എളുപ്പമാണ് കേട്ടോ. ഇവിടെ വരെയുള്ള ഭാഗങ്ങളാണ് കുറച്ച് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങള്. ഇനിയുള്ളത് എളുപ്പമാണ് കേട്ടോ. അതുപോലെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഏറ്റവും കൂടുതൽ ഈ ഒരു എന്താ പറയാ, ഈ ഒരു ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ തുടക്ക ഭാഗങ്ങളാണ് കേട്ടോ. നമ്മള് എത്ര മെഡിക്കൽ ക്ലാസ്സുകൾ ഏഴെണ്ണം നമ്മൾ പഠിച്ചു, അതിന്റെ ഉപയോഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ നമ്മൾ ഈ പഠിച്ച കമ്പോണൻസ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എല്ലാവർക്കും ക്ലിയർ അല്ലേ ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ.
കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനിയുള്ള ഭാഗങ്ങള് എളുപ്പമാണ്. എന്താണ് സ്റ്റേറ്റ് ഫോർമേഷൻ വരെ എടുത്തു. ഓക്കെ ഓർമ്മയുണ്ട്. ഓക്കെ, നമുക്കത് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് എ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സംവിധാനത്തിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പ്രത്യേകം കാറ്റഗറൈസ് ചെയ്താണ് ഇത് പഠിക്കുന്നത്. പേഷ്യൻസിന് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, ഹോസ്പിറ്റലിലെ ജീവനക്കാർക്ക് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, അതുപോലെ നമ്മുടെ അഡ്മിനിസ്ട്രേഷന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഓരോരുത്തരുടെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുന്നത്. പേഷ്യൻസിനെ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, എന്തായിരുന്നു? There will be no disturbing sight of oxygen cylinder at the bedside. അല്ലെ, രോഗിയുടെ ബെഡിന് സമീപം ഓക്സിജൻ സിലിണ്ടറുകൾ വെക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ സിലിണ്ടറുകളൊന്നും നമ്മൾ താങ്ങി പിടിച്ച് ഓരോ റൂമിലോട്ടും കൊണ്ടുവരേണ്ട ഒരു ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല അല്ലെ. എല്ലാം നമ്മുടെ മാനിഫോൾഡ് സിസ്റ്റത്തിനകത്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങുന്ന പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ വഴിയായിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് എത്തിക്കാം. ഓക്കെ, എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഈ പൈപ്പിംഗ് നെറ്റ്വർക്ക് വഴിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മെഡിക്കൽ ഗ്യാസ് നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്, രോഗിയുടെ ബെഡിന് സമീപം ഓക്സിജൻ സിലിണ്ടറുകൾ വെക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് നമുക്ക് കുറെ കൂടെ സൗകര്യപ്രദമായിരിക്കും. പേഷ്യൻസിന് അത് കുറെ കൂടെ സൗകര്യപ്രദമായിരിക്കും. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? എലിമിനേഷൻ ഓഫ് ദ അനോയിങ് നോയ്സ് ഫ്രം ദ മൂവ്മെന്റ് ഓഫ് സിലിണ്ടർ ഇൻ ആൻഡ് അറൌണ്ട് ദ ഹോസ്പിറ്റൽ. അതുപോലെ നമുക്ക് ശബ്ദ മലിനീകരണം കുറയ്ക്കാനായിട്ട് പറ്റും അല്ലെ. നമ്മുടെ ആശുപത്രിയിലെ സിലിണ്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നത് മൂലം ഉണ്ടാകുന്ന ആ ഒരു അലോസരപ്പെടുത്തുന്ന ശബ്ദം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. സൗണ്ടിന്റെ വലിയ ഇഷ്യൂസ് ഇവിടെ വരുന്നുണ്ടോ? ഒന്നുമില്ല, ഒരു ശബ്ദം പോലും ഇല്ല. എല്ലാ മെഡിക്കൽ പൈപ്പ് ലൈൻ സംവിധാനം വഴി നമ്മുടെ ഔട്ട്ലെറ്റുകളിലോട്ട് ലഭിക്കുന്നുണ്ട്. സിലിണ്ടറുകൾ നമുക്ക് കൊണ്ടുവരാൻ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല അല്ലെ. അപ്പൊ ഈ സിലിണ്ടറുകൾ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനോയിങ് നോയ്സ് നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയാസ് ഫ്രം കണ്ടാമിനേഷൻ ഡ്യൂ ടു ദ യൂസ് ആൻഡ് മൂവ്മെന്റ്സ് ഓഫ് സിലിണ്ടേഴ്സ്. അതുപോലെ നമ്മുടെ സിലിണ്ടറുകൾ ഉപയോഗിക്കുമ്പോഴും മാറ്റുമ്പോഴും ഉണ്ടാകാനുള്ള അണുബാധകളിൽ നിന്ന് നമുക്ക് സ്റ്റെറൈൽ ഏരിയാസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഹോസ്പിറ്റലിലെ ഏരിയകൾ മുഴുവനും എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ കണ്ടിട്ടില്ലേ, ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് എപ്പോഴും എന്താണ് അടച്ചും തുടച്ചും അല്ലെ, എപ്പോഴും നമ്മള് സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയാസ് ആണ് ഹോസ്പിറ്റൽ ഏരിയകൾ അല്ലെ. അപ്പൊ നമ്മൾ ഈ പറയുന്ന സിലിണ്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴും മാറ്റുമ്പോഴുണ്ടാകുന്ന ഉണ്ടാകാൻ സാധ്യതയുള്ള അണുബാധകൾ തടയുന്നതിന് അല്ലെ, അണുബാധകളെ തടയാനായിട്ട് എവിടെ എങ്ങനെയുള്ള ഏരിയനെ, അതായത് ആശുപത്രിയിൽ വളരെ വൃത്തിയായിട്ടിരിക്കുന്ന ഏരിയകള് കണ്ടാമിനേറ്റഡ് ആകുന്നതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഒഴിവാക്കാൻ പറ്റും അല്ലെ. ഓക്കെ, പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ അല്ലെ. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൃത്യമായ അളവില് അല്ലെ, കൃത്യമായ അളവിൽ ശുദ്ധമായിട്ട് നമുക്ക് മെഡിക്കൽ വാതകങ്ങള് എത്തിക്കാനായിട്ട് സാധിക്കും. ദീസ് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഫോർ ദ പേഷ്യൻസ്. പേഷ്യൻസിന് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ആയിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ, എല്ലാവർക്കും ക്ലിയർ ആണ്? അടുത്ത പോയിന്റ് കേട്ടോ. ഓക്കെ ഫാത്തിമ, ഗുഡ് ആഫ്റ്റർനൂൺ. അടുത്തത് ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണ് തോന്നുന്നു. സ്റ്റേറ്റ് എന്നാണെങ്കിൽ മാറ്റി എഴുതണോ കേട്ടോ. സ്റ്റേറ്റ് എന്നാണ് ടെക്സ്റ്റിൽ ഉള്ളതെങ്കിൽ അത് മാറ്റിയിട്ട് സ്റ്റാഫ് എന്നാക്കുക കേട്ടോ. ഓക്കെ, ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫ്, ആശുപത്രി ജീവനക്കാർക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്? ഒന്നാമത്തത് സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ്. എന്താണ് സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ് അല്ലെ. ടാപ്പുകൾ തുറന്നാൽ ഉടൻ തന്നെ നമുക്ക് എന്ത് ലഭിക്കുകയാണ്? ഈ പറയുന്ന വളരെ വേഗത്തിൽ നമുക്ക് മെഡിക്കൽ വാതകങ്ങൾ ലഭിക്കുന്നു. ടാപ്പ് മീൻസ് ഉദ്ദേശിക്കുന്ന ഔട്ട്ലെറ്റുകളാണ് കേട്ടോ. ഓക്കെ, ടാപ്പ് എന്നോട് ഉദ്ദേശിക്കുന്ന ഔട്ട്ലെറ്റ്സുകളാണ്. ഔട്ട്ലെറ്റ്സ് ഓപ്പൺ ചെയ്താൽ ഉടനടി തന്നെ നമുക്ക് എന്ത് ലഭിക്കുകയാണ്? മെഡിക്കൽ വാതകങ്ങള് വളരെ വേഗത്തിൽ നമുക്ക് ലഭിക്കുന്നു അല്ലെ. ഓക്കെ, കറക്റ്റ് ആണ്. രണ്ടാമത്തെ എന്താണ്? ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസ് അല്ലെ. അതായത് വളരെ സുരക്ഷിതമായതും വിശ്വസനീയമായ രീതിയിൽ നമുക്ക് വാതക വിതരണം ഉറപ്പാക്കാനായിട്ട് സാധിക്കും അല്ലെ.
ഡിപ്പെൻഡബിൾ മീൻസ് ഇവിടെ ഡിപ്പെൻഡബിൾ എന്ന് പറഞ്ഞാൽ വിശ്വസനീയമായ രീതിയിൽ വളരെ സുരക്ഷിതമായിട്ടും വിശ്വസനീയമായ രീതിയിൽ നമുക്ക് മെഡിക്കൽ വാഹനങ്ങളുടെ വിതരണം ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നു. അത് ജീവനക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ. ഓക്കെ, പിന്നെന്താണ് റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് എന്നാണ് കേട്ടോ. വെനെവർ ആൻഡ് വേറെവർ നീഡഡ്, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള സ്ഥലത്ത് യാതൊരുവിധ തടസ്സവും ഇല്ലാതെ നമുക്ക് വാതക വിതരണം ഉറപ്പാക്കാൻ സാധിക്കുന്നു അല്ലെ. റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് ദാറ്റ് മീൻസ് നമുക്ക് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലും എന്ത് വരുന്നില്ല, തടസ്സം വരുന്നില്ല അല്ലെ. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ളപ്പോഴെല്ലാം എന്താണ് നമുക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ വാതകത്തിന്റെ എന്താണ് മെഡിക്കൽ ഗ്യാസ് നമുക്ക് എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതും ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണ്, മിനിമൽ ആക്സിഡന്റ് റിസ്ക് ഡ്യൂ ടു മിസ്ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. അതുപോലെ നമ്മൾ സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകാനിടയുള്ള എല്ലാ അപകടങ്ങളെയും നമുക്ക് പരമാവധി കുറയ്ക്കാൻ സാധിക്കും. ശരിയല്ലേ? നമ്മളിപ്പോ സിലിണ്ടറുകളൊക്കെ എടുത്തു നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോഴൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള പല വിധത്തിലുള്ള അപകടങ്ങളുണ്ട്. അത്തരം അപകടങ്ങളെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ക്ലിയർ ആയോ? എന്തൊക്കെയാണ്? ടാപ്പുകൾ തുറന്നാൽ ഉടനടി നമുക്ക് വാതകം ലഭിക്കുന്നു. അതുപോലെ വളരെ സുരക്ഷിതവും വിശ്വസനീയവുമായ രീതിയിൽ വാതക വിതരണം ഉറപ്പാക്കാൻ സാധിക്കുന്നു. നമുക്ക് ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ളപ്പോഴെല്ലാം തടസ്സങ്ങളില്ലാതെ മെഡിക്കൽ ഗ്യാസുകൾ ലഭ്യമാകുന്നു. പിന്നെ സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേകിച്ച് ഡിസ്മാൻഡ്ലിംഗ്, നമുക്ക് സിലിണ്ടറുകളൊക്കെ തെറ്റായ രീതിയിൽ സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെ പരമാവധി കുറയ്ക്കാനും ഇതുവഴി സാധിക്കുന്നു. That is the main advantage for the hospital staff. Clear ആണെന്ന് ചോദിക്കാം. അടുത്തതാണെന്ത്, ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അഡ്മിനിസ്ട്രേറ്റർക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്? ഇതിനൊരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഉള്ളത് കൊണ്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് എന്താണ്, ഈസി പർച്ചേസ് ഓഫ് ഗ്യാസസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് അറ്റ് ഫേവറബിൾ ടേംസ്. ഫേവറബിൾ ടേംസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, വളരെ എക്കണോമിക്കലായിട്ട് വളരെ സാമ്പത്തിക ലാഭത്തോട് എന്ന് വെച്ചാൽ നമുക്ക് വലിയ അളവില് അല്ലെ, വലിയ അളവില് നമുക്ക് മൊത്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ, മെഡിക്കൽ ഗ്യാസുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് മീൻസ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അവര് ആ ഒരു ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യുന്ന വ്യക്തികളാണ് അല്ലെ. അതുകൊണ്ട് തന്നെ വളരെ ഫേവറബിൾ ടേംസിന് അല്ലെ, വളരെ ഫേവറബിൾ ടേംസിൽ അവർക്ക് വലിയ അളവില് മൊത്തമായിട്ട് സിലിണ്ടറുകള് എന്താണ് ഫാൻസി ചെലവ് അത് തന്നെയാണ്. നമ്മളിപ്പോ ഓരോ സിലിണ്ടർ വാങ്ങുമ്പോൾ വരുന്ന പൈസ നമുക്ക് വരില്ല. നമ്മൾ ഈ ഹോൾസെയിൽ നിന്നൊക്കെ എടുക്കുന്ന പോലെ മൊത്തം ബൾക്കായിട്ട് നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചൊക്കെ നമുക്ക് ലാഭകരമാണ് അല്ലെ. അതാണ് അവർ പറയുന്നത് കേട്ടോ. വലിയ അളവില് മൊത്തമായിട്ട് നമുക്ക് സിലിണ്ടറുകൾ വാങ്ങാനായിട്ട് സാധിക്കും. പിന്നെന്താണ്, എക്കണോമി ഓൺ പർച്ചേസ് ഓഫ് സിലിണ്ടർ. അതാണ് ഇപ്പൊ പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ ഓരോ സിലിണ്ടറുകൾ വാങ്ങുന്നതിന് പകരമായിട്ട് മൊത്തത്തിൽ നമ്മൾ സിലിണ്ടറുകൾ വാങ്ങുന്നതിലൂടെ നമുക്ക് അത്യാവശ്യം എന്താണ് കുറഞ്ഞ ചെലവിൽ ആശുപത്രിക്ക് അത് ലഭിക്കും. അപ്പൊ അത് നമുക്ക് സാമ്പത്തികമായിട്ട് എന്താണ് ലാഭകരമാണ് അല്ലെ. നമ്മൾ ഓരോ തവണ പോയി സിലിണ്ടർ വാങ്ങുമ്പോൾ വരുന്നതിനേക്കാൾ നമ്മൾ ഒരുമിച്ച് മൊത്തത്തിൽ നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്കൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി സാമ്പത്തികമായിട്ട് ലാഭകരമാണ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, ലെസ്സർ ബ്രേക്കേജസ്. ശരിയല്ലേ? കേടുപാടുകൾ കുറവായിരിക്കും. എന്തുകൊണ്ട് കേടുപാടുകൾ കുറവാന്ന് വെച്ചാൽ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം, ഈ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ വരാവുന്ന കേടുപാടുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും അല്ലെ. അതെ, അതായത് നമുക്ക് ആ മാനിഫോൾഡ് സിസ്റ്റത്തിൽ വന്ന് സ്റ്റോർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതെടുത്ത് ഓരോ റൂമിലൊന്നും നമുക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ സിലിണ്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാനോ അല്ലെങ്കിൽ വല്ല മറ്റു ബുദ്ധിമുട്ടുകളോ ബ്രേക്കേജസ് കുറവായിരിക്കും. നമുക്ക് നേരെ ഇവിടെ കൊണ്ടുവന്നാൽ മതി. നമ്മുടെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ മാനിഫോൾഡ് സിസ്റ്റത്തിന്റെ അവിടെ വന്ന് അവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ട കാര്യം, വേറെ റൂമിലോട്ടോ വേറെ ഒന്നും മാറ്റേണ്ട കാര്യം നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ലെസ്സർ ബ്രേക്കേജസ് ആകുമ്പോൾ സിലിണ്ടറുകൾക്ക് കേടുപാടുകള് കുറവായിരിക്കും. പിന്നെ അടുത്ത എന്താണ്, റേഷണലൈസേഷൻ ഇൻ ഓർഡറിംഗ്, സ്റ്റോറിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് എ വൈഡ് വെറൈറ്റി ആൻഡ് സൈസസ് ഓഫ് ഗ്യാസ് സിലിണ്ടർ. പിന്നെ മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വ്യത്യസ്ത പലതരത്തിലുള്ള സിലിണ്ടറുകള് ഓർഡർ ചെയ്യുന്നതില് കൃത്യത നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. മനസ്സിലായോ? അതായത് നമുക്ക് വ്യത്യസ്ത വലുപ്പത്തിലുള്ളതും പലതരത്തിലുള്ള വാതകങ്ങളും അടങ്ങിയിട്ടുള്ള സിലിണ്ടറുകള്
ആ ഒരു പർച്ചേസ് ചെയ്യുന്നതിൽ ഒരു കൃത്യത നിലനിർത്താനായിട്ട് പറ്റും. മനസ്സിലായോ? അതായത് നമ്മള് വ്യത്യസ്ത വലുപ്പത്തിലും വ്യത്യസ്ത തരത്തിലുള്ള മെഡിക്കൽ ഗ്യാസുകൾ നമുക്ക് കൃത്യമായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എത്ര ഗ്യാസ് വേണം അല്ലെ, നമുക്ക് എത്ര സിലിണ്ടറുകൾ ആവശ്യമുണ്ട്, നമുക്ക് എത്ര മെഡിക്കൽ എത്ര അളവിൽ നമുക്ക് ഗ്യാസ് ആവശ്യമായിട്ട് വരും, അതൊക്കെ അതിന്റെയൊക്കെ കണക്കാക്കിയിട്ട് കൃത്യമായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. ഓക്കെ, നമുക്കറിയാൻ പറ്റും നമ്മൾ മെഡിക്കൽ ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ പൈപ്പ് ലൈനിലൂടെ നമുക്കറിയാൻ പറ്റും ഏകദേശം എത്ര കൺസംഷൻ വരുന്നുണ്ട് അല്ലെ, നമുക്ക് എത്ര അളവില് വാതകം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എത്ര അളവിൽ നമ്മളത് സ്റ്റോർ ചെയ്യണം, അതൊക്കെ കറക്റ്റ് ആയിട്ട് കണക്കാക്കി കൃത്യമായിട്ട് അത് ഓർഡർ ചെയ്യുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് എന്താണ്, ലെസ് ഡാമേജ് ടു ബിൽഡിംഗ് ഡ്യൂ ടു ദ ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അതെ, ഇപ്പൊ നമ്മൾ സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ കെട്ടിടങ്ങൾക്ക് ഉണ്ടാവുന്ന അപകടങ്ങള് അല്ലെങ്കിൽ അപകടമല്ല കേടുപാടുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാര്യം ഇങ്ങനെ വരുന്നില്ലല്ലോ, നമ്മൾ മറ്റേത് സിലിണ്ടറുകളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഓരോ റൂമിലേക്കൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഫ്ലോറിന് കേടുപാട് വരാം അല്ലെ, ഹോസ്പിറ്റലിന്റെ ഫ്ലോറിന് കേടുപാട്, ലിഫ്റ്റിന് വല്ല കംപ്ലൈന്റ് വരാം, അല്ലെങ്കിൽ ഭിത്തികൾക്ക് കംപ്ലൈന്റ് വരാം അല്ലെ, ഇങ്ങനെയൊക്കെ ചാൻസുകളുണ്ട്. പക്ഷേ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്തൊരു ആവശ്യമേ വരുന്നില്ല അല്ലെ. അപ്പൊ സിലിണ്ടറുകള് കൈകാര്യം ചെയ്യുന്നത് മൂലം നമ്മുടെ എന്താണ് കെട്ടിടങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ നമുക്ക് അതുവഴി ഒഴിവാക്കാനായിട്ട് സാധിക്കും. These are the main advantages for the hospital administrator. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, വളരെ കുറഞ്ഞ ചെലവില് ഫേവറബിൾ ടേംസില് വലിയ അളവിൽ മൊത്തമായിട്ട് സിലിണ്ടറുകൾ വാങ്ങാൻ സാധിക്കുന്നു. അതിലൂടെ നമുക്ക് സാമ്പത്തികമായിട്ട് കുറെ കൂടെ ലാഭകരമാണ്. പിന്നെ പരമാവധി കേടുപാടുകൾ കുറവായിരിക്കും. നമുക്ക് കൃത്യമായിട്ട് ഓർഡർ ചെയ്യാനായിട്ട് പലതരത്തിലുള്ള സിലിണ്ടറുകൾ ഓർഡർ ചെയ്യുന്നതിൽ കൃത്യത നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും. സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കെട്ടിടത്തിലുണ്ടാകുന്ന കേടുപാടുകൾ നമുക്ക് പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും. കിട്ടിയോ നിങ്ങൾക്ക്? എല്ലാ പോയിന്റുകളും മനസ്സിലായോ? അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും കാറ്റഗറി തിരിച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. പേഷ്യൻസിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്, ആശുപത്രി ജീവനക്കാർക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഫൈനലി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കിയത്, വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയോ? ക്ലിയർ ആയി എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഷുവർ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് കളർ കോഡ് ചോദിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കളർ കോഡ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ബേസ്ഡ് ഓൺ ISO സ്റ്റാൻഡേർഡ്സ് കേട്ടോ. അപ്പൊ ISO സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കളർ കോഡുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോ ഒരു മെഡിക്കൽ വാദങ്ങൾ പഠിച്ചല്ലോ. അപ്പൊ ഓരോ മെഡിക്കൽ ഗ്യാസുകളെയും തിരിച്ചറിയാനായിട്ട് നമ്മളൊരു കളർ കോഡ് ഉപയോഗിക്കുമെന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഓരോ മെഡിക്കൽ ഗ്യാസിലും എന്തൊക്കെ കളർ കോഡ്സുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം പറയാം, മെഡിക്കൽ ഗ്യാസിന്റെ കളറല്ല പറയുന്നത് കേട്ടോ, മെഡിക്കൽ വാതകത്തിന്റെ കളറല്ല പറയുന്നത്. നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ഓരോ പൈപ്പ് ലൈനിലൂടെ നമ്മൾ മെഡിക്കൽ ഗ്യാസുകൾ കടത്തിവിടുമ്പോൾ അത് ഏത് ഗ്യാസ് ആണെന്ന് തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന കളർ കോഡുകളാണ് കേട്ടോ. അതും ISO സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കളർ കോഡുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഓരോ ഗ്യാസും അതിന്റെ കളർ കോഡ് എന്താണെന്ന് കേട്ടോ. ഫസ്റ്റ് വൺ ഓക്സിജൻ ആണ്. ഓക്സിജന്റെ കളർ കോഡ് ഏതാണെന്നറിയോ? വൈറ്റ് ആണ് കേട്ടോ. അതായത് വൈറ്റ് ആണ്. അത് ഓർത്താൽ മതി നിങ്ങൾ. നമുക്കറിയാം ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ശ്വസിക്കാനൊന്നും പറ്റില്ലല്ലോ. ഓക്സിജൻ എന്ന് പറയുമ്പോൾ റീസർക്കുലേഷൻ, ഇൻഹലേഷൻ, തെറാപ്പി, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഓക്സിജൻ ഇല്ലാത്ത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അല്ലെ. സമാധാനത്തിന്റെ കളർ ഏതാ?
വെള്ളയാണ്. നമ്മൾ പറയില്ലേ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ സമാധാനത്തിന്റെ കളറാണ് വെള്ള എന്ന് ഓർത്താൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഓക്സിജൻ വൈറ്റ് കളറാണ് കേട്ടോ. അടുത്തതാണ് നൈട്രസ് ഓക്സൈഡ് അല്ലെ, N2O. നൈട്രസ് ഓക്സൈഡ് അല്ലെ, ലാഫിംഗ് ഗ്യാസ് അല്ലെ, ചിരിപ്പിക്കുന്ന വാതകം എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ കളർ കോഡ് എന്താണെന്ന് അറിയോ? ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. ലൈറ്റ് ബ്ലൂ ആണ്, നല്ലൊരു കളറാണ് അല്ലെ. ലൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത് നല്ലൊരു കളറല്ലേ. ഓക്കെ, അപ്പൊ നൈട്രസ് ഓക്സൈഡ് നമുക്കറിയാം അതൊരു യൂഫോറിക് ഇഫക്ട് തരുന്ന, വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തരുന്നതാണ് അല്ലെ. ലൈറ്റ് ബ്ലൂ കളർ അങ്ങനെയൊക്കെ തന്നെയല്ലേ, വളരെ ഒരു പ്ലസന്റ് ഫീലിംഗ് തരുന്ന ഒരു കളർ അല്ലേ. ഓക്കെ, അപ്പൊ ലൈറ്റ് ബ്ലൂ. ഓക്കെ, പിന്നെ ബ്ലൂ എല്ലാവർക്കും പൊതുവെ ചേരുന്ന ഒരു കളർ കൂടിയാണ് അല്ലെ. സോ ലൈറ്റ് ബ്ലൂ കേട്ടോ. അടുത്തതാണ് മെഡിക്കൽ എയർ. മെഡിക്കൽ എയർ എന്ന് പറയുമ്പോൾ അതിന്റെ കളർ കോഡ് എന്താണെന്ന് അറിയോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നമ്മൾ മെഡിക്കൽ എയർ പഠിച്ചപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാല് കംപ്രസ്ഡ് എയർ ആണെന്ന് പറഞ്ഞു അല്ലെ. അതെ, നമ്മൾ സാധാരണ നോർമൽ പ്രഷറിനേക്കാളും കൂടിയ പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വായുവിനെ കംപ്രസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, കംപ്രസ് ചെയ്യുന്നതിന് മുൻപുള്ള വായു എങ്ങനെയായിരിക്കും? കണ്ടാമിനേറ്റഡ് ആയിരിക്കും അല്ലെ. അതായത് അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ കംപ്രസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് പ്രത്യേകിച്ച് അണുക്കൾ ഉണ്ടാവില്ല. നമ്മൾ പഠിച്ചില്ല, ഓർഡറോ മറ്റു സ്മെല്ലോ ഓയിൽ കണ്ടന്റോ ഒന്നും ഉണ്ടാവില്ല. കുറെ പ്യൂരിഫൈഡ് ആവും അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. നിങ്ങൾ ഇങ്ങനെ അതൊന്ന് ചിന്തിച്ചാൽ മതി. കംപ്രസ് ചെയ്യുന്നതിന് മുൻപ് എന്തായിരുന്നു? കുറച്ച് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എയർ ആയിരുന്നു. കംപ്രസ് ചെയ്തതിന് ശേഷം അത് പ്യൂരിഫൈഡ് ആയി. നമ്മൾ കംപ്രസ് ചെയ്യുന്നതിന് മുൻപ് കണ്ടാമിനേറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു ബ്ലാക്ക് കളർ ആലോചിച്ചാൽ മതി. പക്ഷെ അത് പ്യൂരിഫൈ ചെയ്ത് വരുമ്പോൾ അത് വൈറ്റ് കളറായി ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇപ്പൊ ഞാൻ വെറുതെ ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഓർത്തിരുന്നാൽ മതി. എന്തായാലും ഇത് എങ്ങനെയാന്ന് വെച്ചാൽ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ മെഡിക്കൽ എയർ എന്താണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് കേട്ടോ. അടുത്തതാണ് സക്ഷൻ. സക്ഷൻ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മള് വാക്വം അല്ലെ, അതിൽ ഉദ്ദേശിക്കുന്ന വാക്വം സക്ക് ചെയ്യാനായിട്ട് അല്ലെ. ഏതാ കളർ എന്നറിയോ? യെല്ലോ ആണ് കേട്ടോ. അതാണ് യെല്ലോ കളറാണ്. നൈട്രജൻ. നൈട്രജന്റെ കളർ ഏതാണെന്നറിയോ? കളർ കോഡ് ഏതാണെന്നറിയോ? ബ്ലാക്ക് ആണ് കേട്ടോ. നൈട്രജൻ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന കളർ കോഡ് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഉണ്ട്. ലാസ്റ്റ് വൺ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന് ഉപയോഗിക്കുന്ന കളർ കോഡ് ഗ്രേ ആണ് കേട്ടോ. നമ്മൾ ഈ കത്തി കാർബൺ എന്ന് പറയുമ്പോൾ കാർബൺ കത്തി ചെയ്യുമ്പോൾ കരി പോലെയല്ലേ. കരി എന്ന് പറയുമ്പോൾ ഒരു തരം ഗ്രേ കളർ അല്ലേ, അങ്ങനെ ഓർത്താൽ മതി അല്ലെ. ഗ്രേ. ഓക്കെ, അത്രേ ഉള്ളൂ. അതെ, ചാരത്തിന്റെ കളർ ഒരു ചാരനിറം ആവും. ചാരം ആവുന്ന ആലോചിച്ചാൽ മതി. ഇപ്പൊ ഗ്രേ അല്ലെ, ചാരനിറമാണ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. മാറിപ്പോകരുത്. ഓക്സിജൻ വൈറ്റ് കളർ. ഓക്കെ, നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ, മെഡിക്കൽ എയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സക്ഷൻ യെല്ലോ, നൈട്രജൻ ബ്ലാക്ക്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രേ. കിട്ടിയില്ല? ഓക്കെ അല്ലേ? രണ്ട് തരത്തിൽ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. മെഡിക്കൽ ഗ്യാസ് തന്നിട്ട് അതിന്റെ കളർ കോഡ് ചോദിക്കും, അല്ലെങ്കിൽ കളർ കോഡ് തന്നിട്ട് ഇത് ഏത് മെഡിക്കൽ ഗ്യാസ് ആണെന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ചോദിച്ചാലും കിട്ടണം കേട്ടോ. ഓക്കെ അല്ലേ? ഓർത്തിരിക്കാൻ പറ്റില്ലേ? പിന്നെ എളുപ്പത്തിനാണെങ്കിൽ നമ്മൾ ഷാനി നിങ്ങൾക്ക് കോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ അതും കൂടി പഠിച്ച് സെറ്റ് ആയിക്കോളും. ഓക്കെ, ഷാനിയുടെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ കേട്ടോ. ഓക്കെ അല്ലേ? ഇല്ലല്ല. അടുത്തതാണ് സേഫ് പ്രാക്ടീസസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസ് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള മെഡിക്കൽ വാതകങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കംപ്രസ്ഡ് ഗ്യാസുകളുമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട സുരക്ഷാ രീതികള്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് എന്തൊക്കെയാണ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും കാണാപ്പാടം പഠിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോ എന്തൊക്കെ സേഫ് പ്രാക്ടീസസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഒന്ന്, ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ്. കണ്ടന്റുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മനസ്സിലായോ? എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ്. കണ്ടന്റുകൾ തിരിച്ചറിയാം. എന്തിലെ കണ്ടന്റ് ആണ്? നമ്മൾ ഓരോ സിലിണ്ടറിനകത്തുള്ള വാതകം, മെഡിക്കൽ ഗ്യാസ് ഏതാണ്, കണ്ടന്റ് ഏതാണെന്ന് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ് ആണ്. സുരക്ഷാ പരിശോധനകൾ അല്ലെ, സുരക്ഷാ പരിശോധനകൾ. മൂന്നാമത്തത് ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ്. നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ വാതകങ്ങൾ നേരിട്ട് നമ്മൾ
ഹാൻഡിൽ ചെയ്യുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസസ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരിടത്തിൽ നിന്ന് മറ്റൊരിടത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ 4 വിഭാഗങ്ങളായിട്ടാണ് ആ സേഫ് പ്രാക്ടീസസ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടൻസർ. അതായത് അതിലെ കണ്ടന്റുകൾ കൃത്യമായിട്ട് തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ എന്താ പറയുന്നത്? കണ്ടന്റ്സ് ഓഫ് ദ ഗ്യാസ് സിലിണ്ടർ ഷുഡ് ബി ഡിസ്റ്റിങ്ക്റ്റ്ലി റെക്കഗ്നൈസ്ഡ്. ഓരോ സിലിണ്ടറിനകത്തുള്ള ഗ്യാസ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഒരു സിലിണ്ടർ കൊണ്ടുവന്നാൽ അതിൽ ഓക്സിജൻ ആണോ അതോ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ N2 ആണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റുമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. കണ്ടന്റ്സ് ഓഫ് ദ ഗ്യാസ് സിലിണ്ടർ ഷുഡ് ബി ഡിസ്റ്റിങ്ക്റ്റ്ലി റെക്കഗ്നൈസ്ഡ്. രണ്ടാമത്തെ എന്താണ് നോക്കിയേ? കളർ കോഡിംഗ് ഈസ് നോട്ട് എ ഡിപ്പെൻഡബിൾ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. സിലിണ്ടർ കളേഴ്സ് ഡിഫർ ഫ്രം സപ്ലയർ ടു സപ്ലയർ. നമ്മൾ ISO സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കളർ കോഡ് കണ്ടു. പക്ഷെ എങ്കിലും വിവിധ സപ്ലയേഴ്സ് മാറുന്നതിനനുസരിച്ച് കമ്പനികൾക്കനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന കളർ കോഡില് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. എല്ലാവർക്കും അതേ കളർ കോഡ് ആണെന്ന് നിർബന്ധമില്ലാന്ന്. ഓരോ സപ്ലയേഴ്സും കമ്പനിയൊക്കെ മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ അവര് കളർ കോഡായിട്ട് ഓരോ ഗ്യാസിന് വ്യത്യസ്ത തരത്തിലുള്ള കളർ കോഡുകളായിരിക്കും ഉപയോഗിക്കാം. അപ്പൊ കളർ മാത്രം ഉപയോഗിച്ച് നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കണ്ടന്റ് നിശ്ചയിക്കാന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഓരോ കമ്പനിക്ക് നമ്മളിപ്പോ പറഞ്ഞു ISO സ്റ്റാൻഡേർഡ് പ്രകാരം ഓക്സിജൻ നമ്മൾ ഉപയോഗിക്കുന്ന കളർ കോഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇനിയിപ്പോ വേറെ പല കമ്പനികൾ അവരുപയോഗിക്കുന്ന ഓക്സിജൻ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന കളർ കോഡ് വേറെ ആയിരിക്കാം അല്ലെ. അപ്പൊ ഒരിക്കലും കളർ കോഡ് മാത്രം ഉപയോഗിച്ച് നമുക്ക് കണ്ടന്റ് എന്താണെന്ന് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. സോ ബി കെയർഫുൾ. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്താണ്? ഡു നോട്ട് ഡിസ്ഫിഗർ ഓർ റിമൂവ് എനി മാർക്കിംഗ് ടാഗ്സ് ഓർ സ്റ്റെൻസിൽ മാർക്ക് used for identification of contents attached by the gas vendor. അതുപോലെ തന്നെ നമ്മളൊരു സിലിണ്ടറിനകത്തുള്ള ഗ്യാസുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്കിങ്സുകളോ ടാഗുകളോ സ്റ്റെൻസിൽ മാർക്കുകളോ ഒരു കാരണവശാലും നമ്മൾ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അത് രൂപമാറ്റം വരുത്താനോ പാടുള്ളതല്ല. അല്ലെ, മനസ്സിലായോ? ഒരു സിലിണ്ടറിന്റെ പുറത്ത് അതിനകത്ത് എന്ത് കണ്ടന്റ് ആണ് കൃത്യമായിട്ട് അതിൽ അങ്ങനെ എഴുതിയിട്ടുള്ള മാർക്കിങ്സുകളോ ടാഗുകളോ സ്റ്റെൻസിൽ മാർക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? റിമൂവ് ചെയ്യാൻ പാടില്ല. അതുപോലെ അതിലൊന്നും നമ്മൾ പ്രത്യേകിച്ച് ഒരു ഡിസ്ഫിഗർ നടത്താൻ പാടില്ല. എന്ന് വെച്ചാൽ അതിന്റെ രൂപമാറ്റങ്ങളോ കാര്യങ്ങളോ വരുത്താനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? സിലിണ്ടേഴ്സ് വിച്ച് ഡു നോട്ട് ഹാവ് എ ക്ലിയർലി റിട്ടൺ സ്റ്റാമ്പ്ഡ് ഓർ സ്റ്റെൻസിൽഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ കണ്ടൻസർ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആൻഡ് ദ ഗ്യാസ് വെൻഡർ ഷുഡ് ബി കോൺടാക്റ്റഡ് ഫോർ ദ റിമൂവൽ. ഓക്കെ, അടുത്ത കാര്യം എന്താ പറയുന്നത്? ഒരു സിലിണ്ടറിനകത്തെ ഗ്യാസ് എന്താണെന്ന് വ്യക്തമായിട്ട് എഴുതാത്ത സിലിണ്ടറുകൾ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അതായത് സിലിണ്ടറിനകത്തെ കണ്ടന്റ് ഏതാണെന്ന് വ്യക്തമായിട്ട് എഴുതിയതോ സ്റ്റാമ്പ് ചെയ്തതോ മാർക്ക് ചെയ്യാത്തതായ ഒരു സിലിണ്ടറുകൾ നമ്മൾ ഉപയോഗിക്കരുത്. എത്രയും പെട്ടെന്ന് അത് വെണ്ടറിനെ അറിയിച്ച് നമ്മളത് തിരിച്ചയക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സപ്ലയർ ആണ് കേട്ടോ. അത് നമ്മൾ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്യണം? വെണ്ടറിനോട് വിവരം അറിയിക്കണം. എന്നിട്ട് സിലിണ്ടർ നമ്മൾ തിരിച്ചയക്കണം. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്? റീഡ് ദ MSDS ആൻഡ് ലേബൽസ് ഫോർ ഓൾ ഓഫ് ദ മെറ്റീരിയൽസ് യു വർക്ക് വിത്ത്. അവിടെ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമാണ് MSDS. എന്താണ് MSDS എന്ന് പറഞ്ഞാൽ? നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എഴുതി വെക്കുക കേട്ടോ. MSDSന്റെ ഫുൾ ഫോം എന്താണ്? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. എന്താണ് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ ഓരോ ഗ്യാസും കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗൈഡാണ് എന്ത്? MSDS എന്ന് പറയുന്നത് കേട്ടോ. അതാണ് നമ്മൾ വിവിധ വാതകങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗൈഡാണ് എന്ത്? MSDS. അതിനകത്ത് ഓരോ മെഡിക്കൽ ഗ്യാസുകളുടെയും റിസാർട്ട്സ് എന്തൊക്കെയാണ്, അപകട സാധ്യതകൾ എന്തൊക്കെയാണ്, അതിനൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ MSDSനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇവരെന്താണ്? റീഡ് ദ MSDS ആൻഡ് ലേബൽസ് ഫോർ ഓൾ ഓഫ് ദ മെറ്റീരിയൽസ് യു വർക്ക് വിത്ത്. അപ്പൊ നമ്മളെപ്പോഴും MSDS ഷീറ്റ് കൃത്യമായിട്ട് റീഡ് ചെയ്യണം. അതിൽ കറക്റ്റ് ആയിട്ട് ഉണ്ടാവും എന്ത് ഗ്യാസ് ആണ്, ആ ഗ്യാസിന്റെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഹസാർഡ്സ് എന്തൊക്കെയാണ്,
അപകട സാധ്യതകൾ എന്തൊക്കെയാണ്, അതുപോലെ അത് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണം, ഇൻ കേസ് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഇതിനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ MSDS-നകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. ഒരു ഗൈഡ് തന്നെയാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് റീഡ് ചെയ്യണം. നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു അതൊക്കെ കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്ത് നമ്മൾ അവിടെ സൂക്ഷിക്കണം. നമുക്ക് എടുക്കേണ്ട മുൻകരുതലുകളാണെങ്കിലും എല്ലാം നമ്മൾ ലേബൽ ചെയ്ത് വെക്കണം. കാരണം ഇത് കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവർക്കത് വായിച്ച് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ് ഓക്കെ ആണോ? ഓക്കെ, വായിച്ചു നോക്കി. പഠിച്ചു നോക്കിയോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല. നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്ക് കേട്ടോ, സുരക്ഷാ പരിശോധനകൾ. ഓക്കെ, ഇത്ര ഓർത്ത് വെക്കാം കേട്ടോ. ഇനി അടുത്തതാണ് സുരക്ഷാ പരിശോധനകൾ. അപ്പൊ നമ്മള് നമ്മുടെ വീട്ടില് പാചകവാതക സിലിണ്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലെ, അതുമായിട്ടൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. ഇവിടെ എന്താണ്, പാചകവാതക സിലിണ്ടർ അല്ല, മെഡിക്കൽ സിലിണ്ടേഴ്സ് ആണെന്ന് മാത്രം, ഗ്യാസ് സിലിണ്ടേഴ്സ് ആണെന്ന് മാത്രം ഓർത്താൽ മതി കേട്ടോ. പക്ഷെ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കാം, സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ് അല്ലെ. സിലിണ്ടറുകൾ എല്ലായ്പ്പോഴും എന്തായിരിക്കണം, സുരക്ഷിതമായിരിക്കണം. അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ ഏറ്റവും സെക്യൂർഡ് ആയ സ്ഥലത്തല്ലേ നമ്മൾ സൂക്ഷിക്കുന്നത് അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ ഓരോ വീടുകളിലും സിലിണ്ടറുകൾ പ്രത്യേകം നമ്മൾ സിലിണ്ടർ വെക്കാനായിട്ടാണെങ്കിലും അല്ലെ വളരെ സെക്യൂർഡ് ആയിട്ട് നമ്മൾ വെക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ കേട്ടോ. ഓക്കെ, സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ് കേട്ടോ. സിലിണ്ടറുകൾ എപ്പോഴും സുരക്ഷിതമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണ്, നെവർ ഓപ്പൺ ദി സിലിണ്ടർ വാൾവ് if not the cylinder is linked to a regulator or to equipment. അതുപോലെ leaks should never be tested with a naked flame കേട്ടോ. ഒരു കാരണവശാൽ ഇപ്പൊ നമ്മുടെ സിലിണ്ടർ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഉപകരണമായിട്ടോ അല്ലെങ്കിൽ ഒരു റെഗുലേറ്റർ ആയിട്ടോ ബന്ധിപ്പിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അതിന്റെ വാൽവുകൾ തുറക്കാൻ പാടില്ല. വാൽവ് തുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നുകിൽ ഒരു എക്യുപ്മെന്റ് ആയിട്ടോ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ റെഗുലേറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാത്ത പക്ഷം നമ്മുടെ സിലിണ്ടറിന്റെ വാൽവ് ഓപ്പൺ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ ലീക്സ് ഷുഡ് നെവർ ബി ടെസ്റ്റഡ് വിത്ത് എ നേക്കഡ് ഫ്ലെയിം അല്ലെ. എന്തെങ്കിലും വാതക ചോർച്ചയുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് നമ്മൾ ഈ തീപ്പെട്ടി കൊള്ളി കുറച്ച് നോക്കിയോ അല്ലെങ്കിൽ മറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യാൻ പറ്റില്ല. നേക്കഡ് ഫ്ലെയിം ഒന്നും ഉപയോഗിച്ചൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഈ പറയുന്ന ഗ്യാസിന്റെ ചോർച്ച നമ്മൾ അങ്ങനെ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കരുത്. പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന മാർഗമാണ് നമ്മുടെ സോപ്പ് വാട്ടർ മിക്സ്ചർ ഉപയോഗിച്ചൊക്കെ ചെയ്യേണ്ടത് തന്നെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ സോപ്പ് വെള്ളം വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ബബിൾസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ ലീക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത്. അത് ഒരിക്കലും പിന്നെ തീപ്പെട്ടികൾ അരച്ചങ്ങ് നോക്കിയേക്കാം, ചെയ്ത് കഴിഞ്ഞപ്പോ കത്തിക്കുന്ന മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ, നമ്മള് പിന്നെ അവിടെ ഉണ്ടാവില്ല. ഓക്കെ, ആ രീതിയിൽ ഒരു കാരണവശാലും ചെയ്തിരിക്കാം. പിന്നെ അടുത്ത എന്താണ്, ഓപ്പൺ ആൻഡ് ക്ലോസ് വാൽവ്സ് യൂസിങ് ഓൺലി റീസണബിൾ ഫോഴ്സ് കേട്ടോ. അതുപോലെ നമ്മള് സിലിണ്ടറിലെ വാൽവുകൾ ഉണ്ടല്ലോ, അത് ഒരിക്കലും നമ്മൾ അത് തുറക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിന് അമിതമായിട്ട് ബലം പ്രയോഗിക്കരുത്. ഓൺലി എന്താണ്, റീസണബിൾ ഫോഴ്സ് മാത്രം ഉപയോഗിക്കും. ഒരിക്കലും നമ്മൾ എന്താണ് വാൽവുകൾ തുറക്കാണ്ട് അടയ്ക്കാനുള്ള അമിതമായിട്ട് നമ്മൾ ബലം പ്രയോഗിക്കരുത്. ഓക്കെ, ഓപ്പൺ ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓർ സിലിണ്ടർ വാൽവ് കീ ആന്റി ക്ലോക്ക് വൈസ് ലൈൻ ചെയ്യാട്ടോ. ക്ലോസ് ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓഫ് സിലിണ്ടർ വാൽവ് കീ ക്ലോക്ക് വൈസ്. നമ്മുടെ വീട്ടിലെ പാചകവാതക സിലിണ്ടറുകള് നമ്മൾ തുറക്കുന്നത് അടയ്ക്കുന്നത് മാത്രം ഒത്തു കഴിഞ്ഞിട്ട് കിട്ടും. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലെ സിലിണ്ടർ വെച്ചിട്ട് നമ്മളൊരു റെഗുലേറ്റർ കണക്ട് ചെയ്യില്ലേ, ഇതിലെ മഞ്ഞ കളറ് അല്ലെ,
സാധാരണ യെല്ലോ ആണ്, ചിലർക്ക് ഓറഞ്ച് ഒക്കെ ഉണ്ടെന്ന് നോക്കുന്നു. ഓക്കെ, യെല്ലോ കളർ. അതിലൊരു വാൽവ് ഇല്ലേ, അത് ഓർത്താൽ മതി. അതെങ്ങനെ നമ്മളെങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്, എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? എടുത്ത് വെച്ചിട്ടേക്ക് തിരിച്ചിട്ടല്ലേ. സാധാരണ നമ്മള് ചെരിഞ്ഞിരിക്കുന്നതാണോ ഓഫ് അല്ലെ? അല്ലേ, ചെരിഞ്ഞിരിക്കുന്നതാണോ ഓഫ് അല്ലെ? നമ്മളതൊന്ന് ജസ്റ്റ് ഇടത്തോട്ട് തിരിക്കും അല്ലെ? അതെ, ഇടത്തോട്ട് തിരിക്കുമ്പോഴാണത് ഓപ്പൺ ആവുന്നത് അല്ലെ? അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓപ്പൺ ബൈ എന്താണ്, ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓഫ് സിലിണ്ടർ വാൽവ് ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് മീൻസ് ഇടത്തോട്ട് നമ്മൾ തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇടത്തോട്ട് തിരിക്കുമ്പോൾ അത് ഓപ്പൺ ആവും. ഇനി വലത്തോട്ട് തിരിക്കുമ്പോഴല്ലേ ഇത് ക്ലോസ് ആണ്, ചെരിഞ്ഞിരിക്കുമ്പോഴല്ലേ ഇത് ക്ലോസ് ആണ് ആ വാൽവ്. ദാറ്റ് മീൻസ് നമ്മൾ വലത്തോട്ട് ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ നമുക്കത് അടയ്ക്കുകയും ചെയ്യും. ഓക്കെ, അത് ആലോചിക്കാം കേട്ടോ. ഇനി സ്റ്റോറേജ് ഏരിയ ഷുഡ് ബി സേഫ്, വെൽ വെന്റിലേറ്റഡ് ആൻഡ് ക്ലീൻ അറ്റ് എനി ടൈം. അതുപോലെ തന്നെ നമ്മുടെ സിലിണ്ടറുകൾ സൂക്ഷിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് വളരെ സുരക്ഷിതമായിരിക്കണം, ആവശ്യത്തിന് വായു പ്രവാഹം ഉണ്ടായിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം, അത്യാവശ്യം വെന്റിലേഷൻ ഒക്കെ ഉള്ള സ്ഥലത്തായിരിക്കണം കേട്ടോ. The ground surface should be fairly level and firm, preferably concrete, that allows for easy trolley access. അതുപോലെ തന്നെ നമ്മൾ ഈ സിലിണ്ടറുകൾ വെക്കുന്ന തറകൾ ഉണ്ടല്ലോ, ഫ്ലോറുകൾ എപ്പോഴും ഫെയർലി ലെവൽ ആയിരിക്കും, ലെവൽ ആൻഡ് ഫേം ആയിരിക്കണം, എന്ന് വെച്ചാൽ ഒരേ നിരപ്പായിരിക്കണം, അതുപോലെ അത്യാവശ്യം ദൃഢമായിരിക്കണം കേട്ടോ. കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കോൺക്രീറ്റ് ആയിരിക്കണം. That allows for easy trolley. അപ്പൊ നമുക്ക് അതുവഴിയായിട്ട് സിലിണ്ടറുകൾ നമുക്ക് ട്രോളി ഉപയോഗിച്ച് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. എന്നുവെച്ചാൽ നമ്മള് ഈ നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ട്രോളിയൊക്കെ നീക്കാനൊക്കെ എളുപ്പം, നിരപ്പായിട്ടുള്ള സ്ഥലങ്ങൾക്ക് അത്യാവശ്യം ഉറപ്പുള്ള ഇങ്ങനെ ചെരിഞ്ഞും അല്ലെ വളഞ്ഞും അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ ലെവലൊന്നും അല്ലാത്ത തറയിലൊക്കെ നമുക്ക് ട്രോളി ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ ട്രോളികൾ നമ്മൾ സിലിണ്ടർ കൂടെ വെച്ചിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. സോ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു തറകൾ എപ്പോഴും ഫെയർലി ലെവലായിരിക്കണം, അത്യാവശ്യം കോൺക്രീറ്റ് ഫേം ആയിരിക്കണം. അതുവഴി നമുക്ക് ഈസി ആയിട്ട് ട്രോളി അതിലൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് സുരക്ഷാ പരിശോധനകളുടെ. സിലിണ്ടറുകൾ എപ്പോഴും എന്തായിരിക്കണം, സുരക്ഷിതമായിരിക്കണം. ഒരു സിലിണ്ടർ നമ്മളൊരു റെഗുലേറ്റർ ആയിട്ടോ എക്യുപ്മെന്റ് ആയിട്ടോ ബന്ധിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ വാൽവ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടില്ല. അതുപോലെ വാതക ചോർച്ചകൾ പരിശോധിക്കാനായിട്ട് ഒരിക്കലും നമ്മൾ റേറ്റഡ് ഫ്ലെയിം ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ വാൽവുകളിൽ ഒരിക്കലും അമിതമായിട്ട് വെള്ളം പ്രയോഗിക്കരുത്. ഓക്കെ, നമ്മൾ ഇടത്തോട്ട് തിരിച്ചുകൊണ്ട് ആന്റി ക്ലോക്ക് വൈസ് തിരിച്ച് നമുക്കത് ഓപ്പൺ ചെയ്യാം. ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസ് അഥവാ വലത്തോട്ട് തിരിക്കാനുള്ളതാണ് കേട്ടോ. സിലിണ്ടറിൽ സൂക്ഷിക്കുന്ന സ്റ്റോറേജ് ഏരിയ ഇപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം, അത്യാവശ്യം വായു പ്രവാഹം ഉള്ളതായിരിക്കണം, സുരക്ഷിതമായിരിക്കണം. അതുപോലെ അതിന്റെ തറ എന്ന് പറയുന്നത് ഒരേ നിരപ്പായിരിക്കണം, അതുപോലെ തന്നെ അത് ദൃഢമായിരിക്കണം, ഓൾമോസ്റ്റ് കോൺക്രീറ്റ് ആയിരിക്കണം. അതിൽ മാത്രമാണ് നമുക്ക് ട്രോളി ഉപയോഗിച്ച് കുറെ കൂടി ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മനസ്സിലായല്ലോ? അയച്ചു നോക്കിയിരുന്നു കേട്ടോ, അയച്ചു നോക്കി. അടുത്തത് പറയാം അല്ലെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ് കേട്ടോ. ഇനി നമ്മള് ഇത്തരം മെഡിക്കൽ വാതകങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കിയേ, ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ഓൾവേസ് ബി യൂസ്ഡ് ഇൻ എ വെർട്ടിക്കൽ പൊസിഷൻ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, വെർട്ടിക്കൽ പൊസിഷൻ. ഇഫ് നോട്ട് സ്പെസിഫിക്കലി ഡിസൈഡഡ് ടു ബി യൂസ്ഡ് അതർവൈസ് കേട്ടോ. നമ്മളെപ്പോഴും ഈ ഗ്യാസ് സിലിണ്ടറുകൾ എപ്പോഴും ലംബമായിട്ട് വേണം വെക്കാനായിട്ട്, എന്ന് നിവർത്തി വെക്കണം നമ്മള്. ഓക്കെ, വെർട്ടിക്കൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് നിവർത്തിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കാത്ത പക്ഷം നമ്മളത് ചെരിച്ചു വെക്കാനോ കിടത്തി വെക്കാനോ അങ്ങനെയൊന്നും പാടില്ല. ഇപ്പോഴും നമ്മൾ വെർട്ടിക്കൽ പൊസിഷനിൽ വേണം എന്ത് വെക്കാനായിട്ട്, സിലിണ്ടറുകൾ ഉപയോഗിക്കാൻ. തന്നെ വെക്കണം കേട്ടോ. ഓക്കെ, സാധാരണ പോലെ തന്നെ അത് കിടത്തി ചെരിച്ചൊന്നും വെക്കരുത് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്, ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ഓൾവേസ് ബി സേഫ്ലി റെഗുലേറ്റഡ് ടു പ്രിവെന്റ് ദം ഫാളിംഗ് ഓവർ കേട്ടോ. അതുപോലെ സിലിണ്ടറുകൾ താഴെ വീഴാതിരിക്കാനായിട്ട് വളരെ സുരക്ഷിതമായിട്ടുള്ള നിയന്ത്രണ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ഓൾവേസ് ബി സേഫ്ലി റെഗുലേറ്റഡ് ടു പ്രിവെന്റ് ദം
ഫാളിംഗ് ഓവർ, അല്ലെ? ഗ്യാസ് സിലിണ്ടറുകൾ താഴെ വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ സുരക്ഷിതമായിട്ടുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം, അല്ല? സിലിണ്ടറുകളാണ്, അതൊന്നും താഴെ പെട്ടെന്ന് വീഴാനോ അങ്ങനെയൊന്നും പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് സുരക്ഷിതമായിട്ട് തട്ടാതെ മുട്ടാതെ വീഴാത്ത ഒരു സാഹചര്യത്തിൽ വെക്കാനുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ് ടു എ ട്രോളി വെൻ ബീയിങ് ഷിഫ്റ്റഡ്. അതുപോലെ നമ്മൾ സിലിണ്ടറിൽ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ട്രോളി ഉപയോഗിക്കുക, ട്രോളി ഉപയോഗിച്ചുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യുക കേട്ടോ. അല്ലാണ്ട് അത് പിടിച്ച് വലിച്ച് ഒലച്ച് ഉരുട്ടി അങ്ങനെയൊന്നും കൊണ്ടുപോകരുത്. നമ്മുടെ വീടുകളിൽ ചെറിയൊരു ട്രോളി ഒക്കെ ഉണ്ടാവില്ല, വാങ്ങാൻ കിട്ടും നമുക്ക്, അല്ലെ? കുറച്ച് വീലുകളൊക്കെ ഉള്ള ഒരു വട്ടത്തിൽ ഒരു സംഭവം ഉണ്ടല്ലോ, ട്രോളി നോക്കി. ആ ട്രോളിയിൽ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വീടുകളിലെ കുഞ്ഞു ട്രോളി അതാണ്, അല്ലെ? ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ട്രോളികൾ ഉപയോഗിക്കാം. സിലിണ്ടറിൽ എപ്പോഴും നമ്മുടെ മൂവ് ചെയ്യുന്ന സമയത്ത് ട്രോളി ഉപയോഗിച്ച് സുരക്ഷിതമായിട്ട് വേണം ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ മേക്ക് ഷുവർ ദാറ്റ് ദ സിലിണ്ടർ ഓർ ഗ്യാസ് ഇസ് ദ റൈറ്റ് വൺ ഫോർ ദ ഇന്റൻഷണൽ യൂസർ. അല്ലെ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ അത് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഉദ്ദേശത്തിന് അനുയോജ്യമായിട്ടുള്ള സിലിണ്ടർ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്താം. മനസ്സിലായോ? നിങ്ങൾ ഉപയോഗിക്കുന്ന വാതക സിലിണ്ടറുകള് നിങ്ങളുടെ ഉപയോഗത്തിന് അനുയോജ്യമായത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ നമ്മൾ ഇൻഹേലേഷൻ തെറാപ്പിക്ക് കൊണ്ടുപോവാണ്. ഇൻഹേലേഷൻ തെറാപ്പിക്ക് നമ്മൾ ഓക്സിജൻ സിലിണ്ടറിന് പകരം കാർബൺ ഡയോക്സൈഡ് സിലിണ്ടർ എടുത്ത് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? ഇല്ല. ഓരോ പർപ്പസിനും അതത് സിലിണ്ടറുകളും അതത് വാതകങ്ങളാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെ? നിങ്ങൾ ഉപയോഗിക്കുന്ന വാതക സിലിണ്ടറുകൾ നിങ്ങളുടെ ഉദ്ദേശത്തിന് അനുയോജ്യമാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഒരു കാരണവശാലും സിലിണ്ടറോ ഗ്യാസോ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകാനായിട്ട് പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ സോർട്ട് ഔട്ട് ആൻഡ് ഒപിഎസിലുമാണ് ഫുൾ ആൻഡ് എംപ്റ്റി സിലിണ്ടേഴ്സ് കേട്ടോ. അതുപോലെ കാലിയായതും നിറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള സിലിണ്ടറുകള് കൃത്യമായിട്ട് തരംതിരിച്ച് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അതിൽ ഫുൾ സിലിണ്ടേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ കാലി സിലിണ്ടറുകൾ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കി ഇത് സോർട്ട് ചെയ്ത് അതിന് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? ബി ഡ്രസ്ഡ് ഇൻ അപ്രോപ്രിയേറ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ലൈക്ക് സേഫ്റ്റി ഷൂസ് ആൻഡ് സേഫ്റ്റി സ്പെക്ടക്കിൾസ് കേട്ടോ. അതുപോലെ നമ്മൾ ഇത്തരത്തിലുള്ള വാതകങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കാനുള്ളതാണ്. പ്രത്യേകിച്ച് സേഫ്റ്റി ഷൂസ്, സേഫ്റ്റി സ്പെക്ടക്കിൾസ്. കാരണം ഓരോ ഗ്യാസുകളുടെ നേച്ചർ വ്യത്യാസമുണ്ട് കേട്ടോ. ഓരോ വാതകത്തിനും ഓരോരോ തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളാണ്. ചിലത് നമുക്ക് ശ്വസിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിൽ പല ഇതുണ്ടാവും. മെഡിക്കൽ ഗ്യാസുകള് എല്ലാ ഗ്യാസിനും അതിൻ്റെതായ നേച്ചർ വ്യത്യാസമുണ്ട്. സോ എപ്പോഴും നമ്മളിത് കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കാനുള്ളതാണ് കേട്ടോ. സേഫ്റ്റി ഷൂസും സേഫ്റ്റി സ്പെക്ടക്കിൾസും ഒക്കെ പോലെയുള്ള സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ നെവർ റോൾ, ഡ്രാഗ് or block the cylinders or allow them to strike each other. ഒരു കാരണവശാലും നമ്മൾ സിലിണ്ടറുകള് എന്താണ് റോൾ ചെയ്യാനോ കുത്താനോ അല്ലെങ്കിൽ അത് വലിച്ചൊരയ്ക്കാനോ അല്ലെങ്കിൽ താഴെ ഇടാനോ അങ്ങനെയൊന്നും പാടില്ല. ഇവരുടെ സിലിണ്ടറുകൾ പരസ്പരം കൂട്ടിമുട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, മനസ്സിലായാലും നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ എപ്പോഴും ട്രോളിങ് വേണം കൊണ്ടുപോകാനായിട്ട്, അല്ലെ? ഓക്കെ, പിന്നെ ടേൺ ഓഫ് ഓൾ വാൽവ്സ് when cylinders are not in use. സിലിണ്ടറുകൾ ഉപയോഗിക്കാത്ത പക്ഷം നമ്മൾ വാൽവുകൾ എപ്പോഴും ഓഫ് ആക്കി വെക്കുക കേട്ടോ. സിലിണ്ടറുകൾ ഉപയോഗിക്കാത്ത പക്ഷം വാൽവുകൾ എപ്പോഴും നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ when the cylinder is not in use, the valve protection cap shall be in place to protect the valve. ഇനി ഈ വാൽവിനെ നമ്മൾ സിലിണ്ടറുകൾ ഉപയോഗിക്കാത്ത സമയത്ത് നമ്മൾ പറഞ്ഞ വാൽവ് എപ്പോഴും നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കും. ഈ വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പ് കൂടെ അതിൽ അറ്റാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് തട്ടിയോ കുട്ടിയൊക്കെ വാൽവുകളിൽ ഓപ്പൺ ആവാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ എപ്പോഴും നമ്മള് വാൽവുകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പ് അതിന്റെ ഉള്ളിലായിട്ട് വെക്കും, വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? സിലിണ്ടറുകൾ എപ്പോഴും വെർട്ടിക്കൽ പൊസിഷനിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളത് താഴെ വീഴാതിരിക്കാനുള്ള എല്ലാ നിയന്ത്രണ സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ എപ്പോഴും നമ്മൾ സിലിണ്ടറുകൾ ട്രോളി ഉപയോഗിച്ച് വേണം ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഉപയോഗത്തിന് അനുയോജ്യമായിട്ട് ഗ്യാസ് വാതകമാണെന്നത് ഉറപ്പുവരുത്തുക. അതുപോലെ ഫുൾ ആയിട്ടുള്ളതും എംപ്റ്റി ആയിട്ടുള്ള സിലിണ്ടറുകൾ പ്രത്യേകം തരംതിരിച്ച് മാർക്ക് ചെയ്ത് വെക്കാം. ഇത്തരം ഗ്യാസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അനുയോജ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ലൈക്ക് സേഫ്റ്റി ഷൂസ്, സേഫ്റ്റി സ്പെക്ടക്കിൾസ് ധരിക്കാം. ഒരു കാരണവശാലും സിലിണ്ടറുകൾ നമ്മൾ ഉരുട്ടാനോ വലിക്കാനോ താഴെ ഇടാനോ പാടുള്ളതല്ല. അതുപോലെ സിലിണ്ടറുകൾ പരസ്പരം കൂട്ടിമുട്ടാതെ ശ്രദ്ധിക്കുക കേട്ടോ. സിലിണ്ടറുകൾ ഉപയോഗിക്കാത്ത കഷ്ണം വാൽവുകൾ ഇപ്പോഴും ഓഫാക്കി വെക്കാം. അതുപോലെ വാൽവുകൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പ് കൂടെ അതിന്റെ പ്ലേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഈ കാഴ്ചയോട് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
എന്താണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നത്. നടഞ്ഞു പോണം നമുക്ക്. സാധാരണ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് ഉറക്കം വരൂല്ലേ? മിസ്സിന് ഉറക്കം വരുന്നുണ്ടെന്ന് ചിരി വരാനാ? അത് മിസ്സിന്റെ ഫേസ് എന്തോ പോലെ ഇരിക്കണേ, അങ്ങനെ തോന്നിയാ? ഉറക്കം തൂങ്ങിട്ട്. ആ എന്തോ പോലെയുണ്ട്, ചെറിയൊരു ഇത്. അങ്ങനെ തോന്നിയാ നിനക്ക്? കണ്ണ് ഭയങ്കരമായിട്ട് തൂങ്ങി പോണം, ഉറക്കം വരുന്നത് ഭയങ്കരമായിട്ട്. ലഞ്ച് കഴിച്ചായിരുന്നോ? ആ ലഞ്ചൊക്കെ കഴിച്ചു, വയറ് നിറഞ്ഞിട്ടാണ്. ലഞ്ചിന്റെ ലഞ്ചിന് ഇതിന് വെജിറ്റബിൾ തന്നെയാണോ? ഇച്ചിരി വെള്ളം കുടിക്കുന്നു, വെള്ളം കുടിക്കാൻ കുറച്ചുകൂടെ ഉറങ്ങിപ്പോ. എന്താന്നറിയോ, കഴിഞ്ഞ 2 ദിവസം അവധിയാണ്, ശനിയാഴ്ച ലീവായിരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ ശനി ഞായറൊക്കെ കിട്ടുമ്പോ ഞാൻ ഉച്ചയ്ക്ക് കിടന്നു. ഉച്ചയ്ക്ക് ഉറക്കം വരും ആ സമയത്ത്. മിക്കവാറും ബാക്കി നമുക്ക് എല്ലാ ദിവസവും ഓട്ടാണല്ലോ, അപ്പൊ അതിന്റെ ക്ഷീണം തീർക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഉച്ചയ്ക്ക് ചിലപ്പോൾ ഊണൊക്കെ കിടന്നുറങ്ങും. അപ്പൊ ചിലപ്പോ എനിക്ക് പേടിയാണ്, കാരണം 2 ദിവസം അടുപ്പിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ 3-ാം ദിവസം ആ സമയം എനിക്ക് ഉറക്കം വരും. ഇവിടെ വരുമ്പോ ഉറക്കം വരും. അപ്പൊ ഇത് ഹാങ് ഓവർ ആണ്, ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ. അപ്പൊ ഇത് ഹാങ് ഓവർ ആണ്, കഴിഞ്ഞ 2 ദിവസം ഉറങ്ങിയിട്ട് ഇന്നിപ്പോ ഉറങ്ങാൻ പറ്റാത്തതിനുള്ള. എന്താണ് വീഡിയോ മ്യൂട്ട് ചെയ്തിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കുന്നല്ലേ? മിസ് ഉറങ്ങിയാൽ ഇവിടെ ഇപ്പൊ ആരും പറയാന്ന് പോലും, കാരണം ഇതിലുള്ള കുറെ പേരും അങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നവര്. സാധാരണ ക്ലാസ് സമയത്ത് മിസ്സുമാർ ഞങ്ങൾ അങ്ങനെയല്ല കാണിക്കുന്നത്, ഉറക്കം തൂങ്ങുന്ന പിള്ളേരെ എഴുന്നേൽപ്പിച്ച് നിർത്തുമല്ല, അതുകൊണ്ടാ. എഴുന്നേൽപ്പിച്ച് നിർത്താന്നല്ലേ? അങ്ങനെ ആയിക്കോളാം. ടെസ്റ്റർ ഉണ്ടെങ്കിൽ എറിയായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ. എന്താണ് ബെൻസി? ടെസ്റ്റർ ഉണ്ടെങ്കിൽ എറിയായിരുന്നു, നമുക്കിപ്പോ അവിടെ ഫെസിലിറ്റി ഇല്ലല്ലോ. അടുത്തത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് കേട്ടോ. ഇനി നമ്മള് ഗ്യാസ് സിലിണ്ടറുകള് ഉയർത്തുമ്പോഴും അതുപോലെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഒന്നാമത്തെ എന്താണ്? വെൻ ഹാൻഡ്ലിംഗ് ഗ്യാസ് സിലിണ്ടേഴ്സ് യൂസ് എ സിലിണ്ടർ ട്രോളി. നേരത്തെ പറഞ്ഞതാണ്, സിലിണ്ടറുകൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ട്രോളി യൂസ് ചെയ്യുക കേട്ടോ. സിലിണ്ടറിന്റെ ട്രോളി നമ്മൾ ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ യൂസ് ആപ്റ്റ് പ്രൊട്ടക്റ്റീവ് വാൽവ് ക്യാപ്സ് ആൻഡ് കവേഴ്സ് ടു ദ സിലിണ്ടേഴ്സ് ബിഫോർ ട്രാൻസ്പോർട്ടിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വാൽവുകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു വാൽവ് ക്യാപ്പ് നമ്മൾ വെക്കണം. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ വാൽവ് ക്യാപ്പ് വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത്, ചിലപ്പോൾ വണ്ടിയിൽ ഇറക്കുന്ന സമയത്താണോ, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലോട്ടൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഇതൊക്കെ മാനുവലി കൈകാര്യം ചെയ്യുന്ന സമയത്ത് അറിയാതെയൊക്കെ വാൽവ് ചിലപ്പോൾ തുറക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു വാൽവ് ക്യാപ്സുകൾ നമ്മൾ കവർ ചെയ്തിട്ട് വേണം എപ്പോഴും നമ്മൾ സിലിണ്ടർ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അത്രയും സേഫ്റ്റി അവിടെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. പിന്നെ വരുന്നത് ഷിഫ്റ്റ് ദ സിലിണ്ടേഴ്സ് വിത്ത് വാൽവ് ക്യാപ്സ്. ഡു നോട്ട് ലിഫ്റ്റ് സിലിണ്ടേഴ്സ് ബൈ ദ ക്യാപ്പ് കേട്ടോ. ഇത് തന്നെയാണ്, വാൽവ് ക്യാപ്പ് വെച്ച് നമ്മൾ സിലിണ്ടറിൽ ഷിഫ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ വാൽവ് ക്യാപ്പിൽ പിടിച്ച് ഉയർത്തരുത് കേട്ടോ. വാൽവിന്റെ ക്യാപ്പ് ഉണ്ടല്ലോ, അതൊന്നും പിടിച്ചൊരിക്കലും നമ്മൾ സിലിണ്ടർ എന്ത് ചെയ്യാൻ പാടില്ല, ലിഫ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്? ഡു നോട്ട് ഷിഫ്റ്റ് വിത്ത് റെഗുലേറ്റർ അറ്റാച്ച്ഡ്. അതുകൊണ്ട് ഒരിക്കലും റെഗുലേറ്റർ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലെ. റെഗുലേറ്റർ ഉണ്ടെങ്കിൽ റെഗുലേറ്റർ നമ്മൾ ഊരി മാറ്റി വെക്കണം, എന്നിട്ട് വേണം എന്ത് ചെയ്യണം, നമ്മൾ സിലിണ്ടർ കൊണ്ടുപോകാൻ. റെഗുലേറ്ററുമായിട്ട് അറ്റാച്ച്ഡ് ആണ്, അതിനോട് കൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ കൂടെ പോരും അല്ലെ. സോ ഡു നോട്ട് ഷിഫ്റ്റ് വിത്ത് റെഗുലേറ്റർ അറ്റാച്ച്ഡ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, റെഗുലേറ്റർ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരിക്കലും സിലിണ്ടർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ സിലിണ്ടേഴ്സ് മസ്റ്റ് ബി ഫാസ്റ്റ് ആൻഡ് സേഫ്ലി ഇൻ അപ്രൈറ്റ് പൊസിഷൻ. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം അല്ലെ. സിലിണ്ടറുകൾ എപ്പോഴും നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്യേണ്ടത്?
വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം, അപ്രൈറ്റ് പൊസിഷനിലായിരിക്കണം. ഓക്കെ, അല്ലാണ്ട് അത് ചെരിച്ച് വെക്കാനോ അല്ലെങ്കിൽ അത് കടത്തി വെക്കാനോ കിടത്തി വെക്കാനോ ഒന്നും പാടില്ല കേട്ടോ. പിന്നെന്താണ്, ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഫോർ ലോങ് പീരിയഡ്സ് ഓഫ് ടൈം. Purchase only required quantities of gas to cover the short term needs. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഗ്യാസ് സിലിണ്ടറുകൾ എപ്പോഴും ഒരു ലോങ് ടേമിലേക്കായിട്ട് നമ്മൾ ഗ്യാസ് സിലിണ്ടറുകൾ പർച്ചേസ് ചെയ്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം നമ്മുടെ ഷോർട്ട് ടേം നീഡ്സിനായിട്ടുള്ള ആ ഒരു അളവിൽ നമ്മൾ എന്ത് ചെയ്യുക, സിലിണ്ടറുകൾ പർച്ചേസ് ചെയ്യും. കാര്യം നമുക്ക് ആവശ്യം വരുന്നത് കരുതി നമ്മൾ ഒരുപാട് കുറേ ലോങ് ടേമിലേക്കുള്ള സിലിണ്ടറുകളും ഗ്യാസും ഒന്നും നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത് അത്ര സുരക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അടുത്ത കാര്യം എന്താണ്, അപകടങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്കറിയാം അല്ലെ, ഒരുപാട് നമ്മൾ ഒരുമിച്ചൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസിനകത്തായി കഴിഞ്ഞാൽ പല രീതിയിലുള്ള റിയാക്ഷൻസ് ഒക്കെ നടന്ന് അല്ലെ, നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരാം. അപ്പൊ ഒരു കാരണവശാലും ലോങ് പീരീഡ് ഓഫ് ടൈമിലൂടെ നമ്മൾ സിലിണ്ടറുകൾ വാങ്ങി സൂക്ഷിക്കുന്നത് സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ എപ്പോഴും ഷോർട്ട് ടേം നീഡ്സിനായിട്ട് അതിനുള്ള അളവിൽ, ആ ഒരു ഷോർട്ട് ടേം നീഡ്സിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള അളവിൽ നമ്മൾ എന്ത് ചെയ്യാം, സിലിണ്ടറുകൾ പർച്ചേസ് ചെയ്യുക. പിന്നെ എന്താ പറയുന്നത്, പ്രോപ്പർലി സെക്യൂർ ദ സിലിണ്ടർ അറ്റ് ഓൾ ടൈംസ്, സ്ട്രാപ്സ് ബെൽറ്റ് ഓർ ചെയിൻസ് കേട്ടോ. അതുപോലെ നമ്മുടെ സ്ട്രാപ്പുകള്, ബെൽറ്റുകള്, ചെയിനുകള് എന്നിവയൊക്കെ ഉപയോഗിച്ച് എപ്പോഴും സിലിണ്ടറുകൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് സുരക്ഷിതമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ചിരിക്കണം കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സിലിണ്ടർ ഒരിക്കലും താഴെ നിന്ന് വീഴാനൊന്നും പാടില്ല, പരസ്പരം കൂട്ടിമുട്ടാൻ പാടില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ചെയിനുകളോ സ്ട്രാപ്പുകളോ ബെൽറ്റുകളോ ഒക്കെ ഉപയോഗിച്ച് വളരെ സുരക്ഷിതമായിട്ട് വേണം നമ്മൾ അത് എന്ത് ചെയ്യാനായിട്ട്, ബന്ധിപ്പിച്ച് വെക്കാനായിട്ട് കേട്ടോ. പിന്നെ വരുന്നത്, സ്റ്റോർ ഗ്യാസ് സിലിണ്ടേഴ്സ് ഇൻ എ കൂൾ, ഡ്രൈ, വെൽ വെന്റിലേറ്റഡ് ഏരിയാസ്, away from unsuitable materials and ignition sources കേട്ടോ. അതുപോലെ സിലിണ്ടറുകൾ എപ്പോഴും കൂൾ ആയിട്ടുള്ള, ഈർപ്പമില്ലാത്തത്, ഡ്രൈ ആവാൻ ഉദ്ദേശിക്കുന്ന ഈർപ്പമില്ലാത്തത്, അത്യാവശ്യം വെന്റിലേറ്റഡ് ആയിട്ടുള്ള വായുപ്രവാഹമുള്ള ഏരിയയിൽ നമ്മൾ സിലിണ്ടറുകൾ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഒരു കാരണവശാലും സിലിണ്ടറിന്റെ അകത്ത് പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള എല്ലാ വസ്തുക്കളും അതിൽ നിന്ന് മാറ്റി വേണം നമ്മൾ സിലിണ്ടറുകളെ വെക്കാനായിട്ട് കേട്ടോ. away from unsuitable materials and ignition sources, പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള മെറ്റീരിയൽസിൽ നിന്നൊക്കെ അകറ്റി വേണം നമ്മൾ എപ്പോഴും സിലിണ്ടറുകൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. പിന്നെ പറയുന്നത് എന്താണ്, ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ബി സ്റ്റോർഡ് away from the sources of ignition, other flammable materials for oxygen cylinders കേട്ടോ. ഗ്യാസ് സിലിണ്ടറുകൾ എപ്പോഴും നമ്മൾ തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കള്, അങ്ങനെയുള്ള മെറ്റീരിയൽസിൽ നിന്നൊക്കെ നമ്മൾ മാറ്റി വേണം സ്ഥാപിക്കാനായിട്ട്. അതുപോലെ ഓക്സിജൻ സിലിണ്ടറുകളിൽ നിന്നൊക്കെ മാറ്റി വെക്കണം. ഇതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഓക്സിജൻ സിലിണ്ടർ അടുത്തുകൊണ്ട് വെക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് ഓക്സിജന്റെ പ്രത്യേകത, എന്താ, കത്താൻ സഹായിക്കുന്ന വാതകമാണ് അല്ലെ ഓക്സിജൻ, ശരിയല്ലേ? കത്താൻ സഹായിക്കുന്ന വാതകമല്ലേ ഓക്സിജൻ. ചെറിയൊരു തീപ്പൊരി ഉണ്ടായി കഴിഞ്ഞാൽ അപ്പുറത്ത് ഓക്സിജൻ സിലിണ്ടർ പിടിക്കണമെങ്കിൽ വേണമെങ്കിൽ അത് എന്ത് ചെയ്യും, പെട്ടെന്ന് തീ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഓക്സിജൻ സിലിണ്ടറുകളുടെ സമീപം അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കള് എന്നിവിടങ്ങളിൽ നിന്നുമൊക്കെ ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റി സ്ഥാപിച്ചിരിക്കണം. ഓക്കെ, നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് അല്ലെ. പിന്നെ വരുന്നത് എന്താണ്, when not in use, store the gas cylinder safely and should be properly restrained കേട്ടോ. വേറൊന്നുമല്ല പറയുന്നത്, നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് നമ്മൾ ഈ പറയുന്ന ഗ്യാസ് സിലിണ്ടറുകൾ വളരെ സേഫ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്ത് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നു കേട്ടോ. ഉപയോഗിക്കാത്ത സമയത്തെ സേഫ് ആക്കി നമ്മൾ സൂക്ഷിച്ചിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും നമ്മൾ പഠിച്ചത് എന്താണെന്ന് അറിയാമോ? നമ്മൾ പഠിച്ചത് സേഫ് പ്രാക്ടീസസ് ആണ് കേട്ടോ. വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസസ്, ഇത്രയും കംപ്രസ്ഡ് ഗ്യാസസ് നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഓരോ സെക്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത്. ആദ്യം നമ്മൾ പറഞ്ഞത് കണ്ടന്റുകൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം നമ്മൾ സുരക്ഷാ പരിശോധനകളാണ്. പിന്നെ അത് കൈകാര്യം ചെയ്യുമ്പോൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ലിഫ്റ്റ് ചെയ്യുമ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. These are the main safe practices that we handle with the compressed gas. Okay, clear ആണല്ലോ? Okay അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അത് നമുക്ക് ഇനി അധികം പഠിക്കാനൊന്നുമില്ല. റെഗുലേറ്റർ, പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്റ്റാഫ്, മാനിഫോൾഡ് ഓപ്പറേറ്റർ, ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീരും കേട്ടോ. ഓക്കെ, പിന്നെ ഇനി നമുക്ക് കിട്ടുന്ന സമയം എന്താണ് മനസ്സിലാ, ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസിൽ പറഞ്ഞത്
ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് എങ്ങനെയാ? ഇടത്തോട്ട് കേട്ടോ, ഇടത്തോട്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങൾ പറഞ്ഞെന്താ, നമ്മൾ സിലിണ്ടറുകൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. എങ്ങനെ ഓപ്പൺ ചെയ്യുന്നേ? ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ. ഓപ്പൺ ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓഫ് സിലിണ്ടർ മാൽവിക്ക് ആന്റി ക്ലോക്ക് വൈസ്. എന്ത് ചെയ്താൽ മതി എന്നറിയാം? കൺസില നമ്മുടെ വീട്ടിലെ പാചകവാതക സിലിണ്ടർ നമ്മള് റെഗുലേറ്ററിൽ നമ്മൾ തുറക്കടക്കുകയും ചെയ്യില്ലേ, അതിനെ ആലോചിച്ചാൽ മതി. എങ്ങനെ നമ്മളത് ഓപ്പൺ ചെയ്യുന്നത്? റെഗുലേറ്റർ എങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്? ഇടത്തോട്ട് തിരിച്ചിട്ടല്ലേ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അത് ഓർത്താൽ മതി. ഓപ്പൺ ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓഫ് സിലിണ്ടർ വാൽവിക്ക് ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് മീൻസ് എന്താണ്? ഇടത്തോട്ട് തിരിക്കുന്നത്. ശരിയല്ലേ? ആ വാൽവ് ഇടത്തോട്ട് തിരിച്ചിട്ടല്ലേ റെഗുലേറ്ററിലുള്ള ആ ഒരു വാൽവ് ഇടത്തോട്ട് തിരിച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യും. വലത്തോട്ട് തിരിച്ചിട്ട് ക്ലോക്ക് വൈസ് തിരിച്ചിട്ടാണ് അത് അടച്ചു വെക്കുന്നത്. രാത്രി നമ്മൾ കിടക്കാൻ എങ്ങനെയാ? അത് തിരിച്ച് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടല്ലേ നമ്മളിപ്പോ കിടന്നുറങ്ങുന്നത്. വലത്തോട്ടല്ലേ നമ്മൾ തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, പെൻസിലിക്ക് ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് വീട്ടിലെ കാര്യം ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടെ ഉള്ളൂ. പിന്നെ നമുക്ക് ഇനി പറഞ്ഞോണം കിട്ടുന്ന സമയത്ത് ചെറിയ പഠിപ്പിച്ച ചാപ്റ്ററുകളുടെ ഒക്കെ ഒരു റിവിഷൻ പോലെ, റിവിഷൻ ഞാൻ പറയുന്നില്ല, എനിക്ക് കിട്ടുന്ന സമയത്തെ നമുക്കത് ചെയ്യാം. ഈ പോർഷൻ തീർന്നു കഴിഞ്ഞിരിക്കാം കേട്ടോ. പിന്നെ ബാക്കിയുള്ള മിസ്സുമാർക്കും എടുക്കാനുണ്ടല്ലോ, പോർഷൻ എടുക്കാനുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും അവർ കിട്ടുമ്പോ ഇനി നമുക്ക് പുതിയ ചാപ്റ്റർ എനിക്കും എടുക്കാനില്ല. ഇനി നമ്മൾ തേർഡും ഫോർത്തും മൊഡ്യൂളായിട്ട് പഠിച്ച ചാപ്റ്ററുകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ പോലെ നോക്കാം കേട്ടോ. ക്ലാസ്സുകളെല്ലാം മാം പിന്നെ ആ കളർ കോഡ് ഗ്യാസ് എന്ന് പറയാമോ മാം? കളർ കോഡ് ഗ്യാസസ് എന്ന് പറയാമോ? കളർ കോഡാ? കളർ കോഡ് എന്താണ്? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കളർ കോഡ് പഠിച്ചു വെക്കുക കേട്ടോ. ഓരോ ഗ്യാസിനും നമ്മൾ ഉപയോഗിക്കുന്ന കളർ കോഡ്. ഓക്സിജന്റെ കളർ കോഡ് ഏതാ? വൈറ്റ്. അതെന്ത് പ്രത്യേകിച്ച് പറയാനില്ല. ISO സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കളർ കോഡുകൾ. ഓക്സിജന് ഉപയോഗിക്കുന്ന കളർ കോഡ് വൈറ്റ് ആണ്. ഓക്കെ, നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ കളറാണ്. മെഡിക്കൽ എയറിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. സക്ഷന് യെല്ലോ കളറാണ്. നൈട്രജന് ബ്ലാക്ക്, കാർബൺ ഡയോക്സൈഡ് ഗ്രേ. ഹരിത തെറ്റിദ്ധരിക്കരുത്, നമ്മൾ ഗ്യാസിന്റെ കളറല്ല കേട്ടോ പറയണേ, ഗ്യാസിന്റെ നിറമല്ല പറയുന്നേ. നമ്മൾ ആ മെഡിക്കൽ ഗ്യാസിന് നമ്മൾ ഉപയോഗിക്കുന്ന കളർ കോഡ്. ഓക്കെ, ഒരു ഓക്സിജൻ നമ്മളൊരു പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ പൈപ്പ് ലൈനിൽ കൊടുക്കുന്ന കളറ് വൈറ്റ് കളർ പൈപ്പ് ലൈൻ ആയിരിക്കും. ഓക്കെ, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലൂടെ ഓക്സിജൻ ആണ് പോകുന്നത് എന്നുള്ളത്. ലൈറ്റ് ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ ആണ് പോകുന്നതെങ്കിൽ നമുക്കറിയാം അത് നൈട്രസ് ഓക്സൈഡ് ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന കളർ കോഡാണ് കേട്ടോ, അല്ലാണ്ട് ഗ്യാസിന്റെ നിറം അല്ലാണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.